മാണിക് എന്നായിരുന്നു ഇവൻ്റെ പഴയ പേര്. മാണിക് ആനകൾക്കിടയിൽ അല്പം സുന്ദരനായിരുന്നു. അതുകൊണ്ട് തന്നെ പുരാനാനന്ദ ഗോഗി എന്ന മുതലാളിക്ക് ഇവനെ വിറ്റൊഴിയുന്നതിൽ അധികം താല്പര്യവുമുണ്ടായിരുന്നില്ല. പോത്തൻ വർഗീസിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയെ പരിഗണിച്ചാണ് ഒടുവിൽ കൈമാറുന്നത്. തികച്ചും ശാന്ത സ്വഭാവക്കാരനാണ് കാണാവിള മഹാദേവൻ. അലമ്പുകളൊന്നുമില്ല. ആരെങ്കിലും മെക്കിട്ട് കയറാൻ വന്നാലും ക്ഷമിക്കും. പോ മോനെ ദിനേശ, ഇതൊക്കെ കുറേ കണ്ടതാ എന്ന മട്ടിൽ നിൽക്കും. അതൊക്കെ തന്നെയാണ് ദേശങ്ങൾക്കും അതിർത്തികൾക്കും അപ്പുറം നിന്ന് ധാരാളം പേർ ഇവനെ അന്വേഷിച്ചു വരുവാൻ കാരണം. ഉത്സവ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ നിൽക്കുവാനൊന്നും കിട്ടില്ല. തിരക്കോട് തിരക്ക് തന്നെ. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും മഹാദേവൻ എത്തും. ഒരിക്കൽ വന്നു മടങ്ങിയാൽ അടുത്ത വർഷവും അന്നാട്ടുകാർ ഇവനെ വിളിക്കും. ഇവനായി കാത്തിരിക്കും. നല്ല കനമുള്ള കൊമ്പുകളാണ് മഹാദേവന്. നിലത്തിഴയുന്ന തുമ്പി, 18 വെളുത്ത നഖങ്ങൾ, ചെറുമുട്ടോളമുള്ള വാലിറക്കം, ഏത് ഭഗവാന്റെയും തിടമ്പ് തലയിലേറ്റുവാൻ കഴിയുന്ന മസ്തകം. ഇതൊന്നും പോരാത്തതിന് ആരെയും ആകർഷിക്കുന്ന മദഗിരിയാണ് ഇവൻ്റെ ഏറ്റവും വലിയ ആകർഷണം. മുഖത്തെ ഐശ്വര്യം മുഴുവൻ ഈ ചരൽ വാരി എറിഞ്ഞതുപോലുള്ള മദഗിരിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇളം പിങ്ക് നിറമുള്ള മദഗിരിയുടെ അപൂർവതയിൽ ഇവനെ ആരും എളുപ്പം തിരിച്ചറിയും. ലക്ഷണശാസ്ത്രത്തിൽ ചക്രപ്പോരെന്ന് വിളിക്കുന്ന ഈ തിളക്കത്തിന് ഭാഗ്യത്തിൻ്റെ അകമ്പടിയുമുണ്ട്. വീടിനോടും വീട്ടുകാരോടും സവിശേഷമായ ഒരടുപ്പം കാത്തു സൂക്ഷിക്കുന്നവനാണ് കാണാവിള മഹാദേവൻ. വീട്ടിലെ ആർക്കും ഇവനെ അഴിച്ചുകെട്ടാം. പാപ്പാന്മാരുടെ സാന്നിധ്യം വേണമെന്നില്ല. മലയാളിയുടെ ഭക്ഷണക്രമങ്ങളോട് വളരെ വേഗമാണ് മഹാദേവൻ പൊരുത്തപ്പെട്ടത്. എന്തൊക്കെ കഴിച്ചാലും ഉച്ചയ്ക്ക് ഒരുപിടി ചോറുണ്ണണം. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ ഒന്നും കഴിക്കാത്ത ഒരുതരം തോന്നലാണ്. യാത്രകളിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ മഹാദേവൻ ചോറ് ചോദിച്ചു വാങ്ങി കഴിക്കും. ഊണ് കഴിഞ്ഞാൽ വീട്ടുകാർ കൊടുക്കുന്ന ഒരു ശർക്കര തുണ്ടോ പഴമോ തേങ്ങയോ കിട്ടിയാൽ അല്പം വിശ്രമിക്കും. അത് കിട്ടാതിരുന്നാൽ സങ്കടവുമാവും. അവൻ്റെ പടി മുടങ്ങാതെ കൊടുക്കുവാൻ വീട്ടുകാർ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ വക്കീലന്മാരുടെ ഇടയിൽ KR സാർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് ആനക്കമ്പം അത്ര വലിയ ഇതില്ലായിരുന്നു. തന്നെയല്ല, ആനക്കമ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്ന് കളിയാക്കുന്ന ആ കാലത്ത് KR സാർ ഇങ്ങനെ ആനയെ വാങ്ങിക്കുക എന്നുള്ള ഈ അസാധാരണമായ ഒരു സാഹസം കാണിച്ചപ്പോൾ അന്ന് വീട്ടിലുണ്ടായിരുന്ന സംഭവം എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചോ? പ്രത്യേകിച്ചൊന്നുമില്ല. പരിചയമില്ലാത്തൊരു മേഖല ആയതുകൊണ്ട് ഇവിടുത്തെ അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും എതിർപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ അമ്മയ്ക്ക്, KR സാറിൻ്റെ അമ്മയ്ക്ക് ആനയോടുള്ള അഫെക്ഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര അടുപ്പമായിരുന്നു. സ്വന്തം മക്കളെ പോലെ ആയിരുന്നു. അപ്പം ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അവസാനം പിന്നെ മകനേക്കാളും KR സാറിനേക്കാളും കൂടുതൽ ഗോപാലിനടുത്തായി അല്ലേ? അതല്ലേ ശരി? ഈ മഹാദേവനോട് എങ്ങനെയാണ്? മഹാദേവനോടും അതുപോലെ തന്നെ, ഗോപാലിനുള്ളതുപോലത്തെ അടുപ്പം തന്നെയാണ്. പനമ്പട്ടയും ഓലയും എല്ലാം കഴിക്കുമെങ്കിലും വാഴയും ചക്കയും ഇവൻ്റെ മറ്റൊരു വീക്ക്നെസ്സാണ്. ഭാഗ്യമെന്ന് വേണം പറയാൻ. കാണാവിള എന്ന ഈ തറവാടിൻ്റെ ചുറ്റിലും ധാരാളം പ്ലാവും വാഴയും ഒക്കെയുണ്ട്. ഇടവേളകളിൽ ഇവൻ അങ്ങോട്ട് പോകും. അവയിലൊന്ന് അടർത്തി കഴിക്കും. നാട്ടുകാർക്കും മഹാദേവനോട് പിണക്കമൊന്നുമില്ല. അധികം ആനകളെ കാണുകയോ അവയുടെ സവിശേഷതകളെക്കുറിച്ച് അറിയുകയോ ചെയ്തിട്ടില്ലാത്ത ഈ നാട്ടുകാർക്ക് മുന്നിൽ മഹാദേവൻ കുഴപ്പങ്ങളൊന്നും കാണിക്കാത്ത ഒരനുസരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അവർ ഇവനൊരു ചെറുപഴമെങ്കിലും വാങ്ങിക്കൊടുക്കും. എന്തു പറയുന്നു ഇതിനെക്കുറിച്ച്? ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്. ഞാനെന്ത് പറഞ്ഞാലും ആന അനുസരിക്കും. എനിക്ക് വേറെ ആനപ്പണിയൊന്നും അറിഞ്ഞുകൂടാ. അത്യാവശ്യം ആനക്കാരില്ല എങ്കിൽ ഞാൻ തന്നെ ആന കൈകാര്യം ചെയ്യും. എന്തു പറയുന്നു മഹാദേവനെ കുറിച്ച്? മഹാദേവൻ പൊതുവേ ശാന്ത സ്വഭാവമാണ്. ആർക്ക് വേണം അഴിച്ച് കൈകാര്യം ചെയ്യാം. ആനക്കാരില്ലെങ്കിലും കൈകാര്യം ചെയ്യാം. പിന്നെ ഞാൻ ഈ ആനയുടെ ഇഷ്ടം കൊണ്ടാണ് ഈ ആനയുടെ കൂടെ തന്നെ നമ്മൾ നടക്കുന്നത് എല്ലാം. ഈ തെക്കൻ ദേശത്തുള്ളവർക്ക് പൊതുവേ ഈ ആനപ്രേമമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണോ? അതോ പൊതുവേ ഈ ആനയെ സ്നേഹിക്കുന്നവരാണോ തെക്കോട്ടുള്ളവരും? തെക്കോട്ടുള്ളവർക്ക് ആന പ്രേമം കൂടുതലാണ്. ഈ ആനയെക്കുറിച്ചാണെങ്കിൽ പാറശാല, കന്യാകുമാരി എല്ലാം ഈ ആനയാണ് കൂടുതൽ എഴുന്നള്ളിക്കുന്നത്. കന്യാകുമാരി ജില്ല തൊട്ട് ഇങ്ങോട്ട് കൂടുതലും ഈ ആനയാണ്. ഞാൻ ഈ ആനയെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണ്. അതുകൊണ്ട് എനിക്കറിയാം. എനിക്ക് ഈ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആനയാണ്, പാവമാണ്.